ഹലോ നമസ്തേ, കഫ്രീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പൊ എന്താണെന്ന് നമ്മള് വിശേഷമായ ആ കണ്ടന്റ് തമിഴിലുള്ളത് തന്നെ കാന്താര 2 നാളെ ഇറങ്ങാൻ പോവുകയാണ്. ഇപ്പം അതിനെ പറ്റിയുള്ള സംസാരമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ മുഴുവൻ ഉള്ളത്. ഇപ്പോഴൊന്നല്ല, കുറെ നാൾ മുമ്പേ തുടങ്ങിയതാണ്. പല ആക്സിഡന്റുകള്, പല മരണങ്ങള്, പല പല ഇൻസിഡന്റ്, കുറെ സംഭവം. അതുപോലെ എന്താണ് നിങ്ങള് മദ്യപിച്ച് അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചിട്ട് പടത്തിന് കയറരുത്, മാംസം കഴിച്ചിട്ട് കയറാൻ പാടില്ല. അതിപ്പോ ഋഷഭ് ഷെട്ടിയൊക്കെ വന്നിട്ട് ഒരു ഇന്റർവ്യൂലൊക്കെ പറഞ്ഞത് അത് ഫേക്ക് ആണ്, അത് ഫേക്കാണെന്നൊക്കെ ഉള്ള. അപ്പൊ അതിന്റെ ഇതുവരെയുള്ള കാന്താര ഷൂട്ടിംഗ് സമയത്ത് തൊട്ട് ഇന്നേ വരെയുള്ള കാര്യങ്ങളുടെ കുറച്ച് ഇതാണ് നമ്മൾ ഇവിടെ ബ്രീഫ് ചെയ്യുമ്പോൾ അല്ലേ. സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു കാന്താര ചുറ്റിപ്പറ്റി അപകടങ്ങൾ ഉണ്ടോ അതോ ഒരു കെട്ടുകഥകൾ മാത്രമാണോ എന്നുള്ള ഇതൊരു മിത്താണോ എന്നുള്ളത് നമ്മൾ നോക്കാൻ പോകും. കണ്ടു നോക്കാം. ഓക്കെ, അപ്പൊ പറയാം. ആദ്യം നമുക്ക് എവിടെ തുടങ്ങാം? ഷൂട്ടിങ് തുടങ്ങിയെന്നാണ് 2023 നവംബറിലാണ് കാന്താര ഷൂട്ടിംഗ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. അതിനുശേഷം 2024 നവംബർ 24 ആദ്യമായി നമ്മൾ കേട്ട കാന്താരയുടെ ഒരു ബസ് ആക്സിഡന്റ് ഉണ്ടാവും. അത് പക്ഷെ ആരും കാര്യമാക്കില്ല. ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരു ബസ് അങ്ങനെയുള്ള കേസ്. പിന്നീടാണ് ഇനി അങ്ങോട്ട് സംഭവങ്ങൾ വരുന്നത്. 2025 മെയ് മാസത്തിലാണ് MF കബീർ എന്ന ആള് മുങ്ങി മരിച്ചത്. അത് സൗപർണിക നദിയിലാണ് മുങ്ങി മരിച്ചത്. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അപ്പൊ എല്ലാവർക്കും എന്തോ ഒരു ഡൗട്ട് വന്ന് മുമ്പ് ഒരു ബസ് മറിഞ്ഞു, ഇപ്പൊ ഒരു ഇതും കൂടെ ശരി അങ്ങ് വിട്ട്. അതിനുശേഷം പിന്നെ രാകേഷ് എന്ന് പറയുന്ന ഒരു പൂജാരി, ആ പുള്ളിക്കും അറ്റാക്ക് വന്നു. അപ്പൊ എല്ലാവർക്കും ഒരു ആകാംക്ഷയായി. പിന്നെ കേട്ടതെല്ലാം സത്യം എന്നുള്ള വിശ്വസിക്കാൻ ഇത് ഈ ഒരു മൂന്നാമത്തെ ഇൻസിഡന്റ് തൊട്ടാണ് ഇങ്ങനത്തെ സംഭവം തുടങ്ങിയത്. കാന്താര ഷൂട്ടിങ്ങിന്റെ എപ്പോഴും അപകടം, എപ്പോഴും ആൾക്കാർ മരിക്കുന്നു എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങിയത്. തീർച്ചയായിട്ടും. അതിനുശേഷം പിന്നെ ജൂൺ 12 കലാഭവൻ നിജു അറ്റാക്ക് ആയിരുന്നു. എന്താണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആ സമയത്തൊക്കെ ആണെങ്കിൽ വീണ്ടും കാന്താര ലൊക്കേഷനിൽ അതായത് നമ്മള് അത് തന്നെ മീഡിയസിലൊക്കെ വരുമ്പോ കാന്താര അപകടങ്ങൾ കൂടുന്നു, ഇത് എന്തിനെയാണ് അർത്ഥമാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ഗുളികൻ പണി തുടങ്ങി എന്നൊക്കെ. അത് തന്നെ, ഗുളികൻ പണി തുടങ്ങി. അപ്പൊ ഒരു പരിധി വരാൻ സമയത്ത് നമ്മൾ ആക്ച്വലി ഇതൊക്കെ വിശ്വസിച്ചു. പിന്നെ കഴിയുമ്പോഴത്തേക്കും ഈ 30 പേര് അടങ്ങുന്ന ഒരു ബോട്ട് അപകടം. തീർച്ചയായിട്ടും അതായിരുന്നു ഇതിന്റെ ഒരു ലാസ്റ്റ് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുക. 30 പേരടങ്ങുന്ന അതും കൂടെ മരിച്ചു. അപ്പൊ എല്ലാവരും മരിച്ചു. ഇനി ഋഷഭ് ഷെട്ടി മാത്രമേ. അത് വലിയ മരണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? വലിയ മരണമല്ല, പക്ഷെ ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് 30 പേരുള്ള ബോട്ടും കൂടെ മറിഞ്ഞെന്ന് പറഞ്ഞു. ഇല്ല, തികഞ്ഞു. ഇനി നടനും നടിയും കൂടെ മരിക്കാനുള്ള ആ ലെവലിൽ ആയി ആക്ച്വലി കാര്യം. ഏറ്റവും അവസാനം 2024 ദിനേശ് ബാംഗ്ലൂര് നമ്മുടെ KGF-ലൊക്കെ ഉള്ള ആക്ടറാണ്. നല്ലൊരു അത്യാവശ്യം കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു അല്ലേ. അത് ഇങ്ങനെ സ്ട്രോക്ക് ബാധിച്ച് മരണപ്പെട്ടു, കുഴങ്ങി വീണ് മരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഇതായിരുന്നു കാന്താരയുടെ ആ ഒരു ത്രൂ ഔട്ട് ഇൻസിഡന്റിന്റെ ഏറ്റവും അവസാനത്തെ മരണം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും മരണങ്ങൾ ഉണ്ടായിട്ട് ഇത്രയും മരണങ്ങളും അപകടങ്ങളും ഉണ്ട്. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം വിശ്വസിച്ചു എന്നാണ് സത്യം. പക്ഷെ ഇതിന്റെ നമ്മളൊരു വേറൊരു ഡാർക്ക് സൈഡിലോട്ട് നമുക്ക് നോക്കാം. എന്താണ് ഡാർക്ക് സൈഡ് അല്ല ഇതാണ് ശരിക്കും ബ്രൈറ്റ് സൈഡ്. അപ്പൊ ഇപ്പൊ നമ്മൾ കേട്ടത് അറിഞ്ഞതാണ് ഡാർക്ക് സൈഡ്. ഇനി ഒരു ബ്രൈറ്റ് സൈഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി എന്താണ് അവിടെ നടന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഈ ഒരു സംഭവം ശരിയാണോ, ഗുളികന് ഒരു പവർ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അതിൽ ഫസ്റ്റത്തത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ നീ ഒരു എക്സ്പ്ലനേഷൻ. 2023 നവംബറിന് ഷൂട്ടിംഗ് ആരംഭിക്കുന്നു. അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ആരംഭിച്ചു. 2024 നവംബർ 24 ആദ്യത്തെ ബസ് ആക്സിഡന്റ് ആയി. അപ്പൊ ആലോചിച്ച് നോക്ക്, ഒരു വർഷമായി. 2023 നവംബറിൽ തുടങ്ങി, 24 നവംബർ. അപ്പൊ ഒരു വർഷം ഒരു പ്രശ്നമില്ലായിരുന്നു. അത് ചിന്തിക്കണം. അത് പക്ഷെ ചിന്തിക്കൂല. അപ്പൊ ഗുളികയില്ലായിരുന്നു. അപ്പൊ 24 നവംബർ ആയപ്പോഴത്തേക്ക് ആദ്യത്തെ ബസ് ആക്സിഡന്റ്. പക്ഷെ അന്ന് ന്യൂസ് വന്നത്, ആ ന്യൂസ് വന്ന ആരും കാര്യമാക്കിയില്ല. കുറെ നാൾ കഴിഞ്ഞിട്ട് ആണ് ആദ്യത്തെ ബസ് ആക്സിഡന്റിൽ ബസ് തലകുത്തനെ മറിഞ്ഞു എന്നും കുറെ പേര് പരിക്കിലാണെന്നും ഗുരുതരാവസ്ഥയിലായിരുന്നു എന്നും
അങ്ങനെയൊക്കെ പറഞ്ഞു. പ്രശ്നങ്ങളെല്ലാം പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി നടന്ന് പക്ഷെ അതിന് ഇത്രയും വലിയ ഗുരുതര പരിക്കുകളൊന്നും അതിൽ ക്രിയേറ്റ് ആയിട്ടില്ല. അത് ഇപ്പൊ വലിയ മാധ്യമങ്ങളിലൊക്കെ നോക്കി അതിന്റെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിൽ പറഞ്ഞിട്ടുണ്ട് വലിയ ഗുരുതര പരിക്കൊന്നും ഇല്ല, ആക്സിഡന്റ് മാത്രമായിരുന്നു ആ കാര്യം. അതിനുശേഷം 2025 മെയ്യിൽ MF കബീർ മുങ്ങി മരിച്ചു സൗവർണിക നദിയിൽ. അതിന്റെ ന്യൂസ് എന്ന് വെച്ചാൽ ആ ലൊക്കേഷനിൽ വെച്ച് ഷൂട്ടിങ്ങിനിടയിൽ മുങ്ങി മരിച്ചു എന്നാണ്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല, പുള്ളി ഒരു പേഴ്സണലായിട്ട് ആക്ടിവിറ്റിയില് ഒരു ഫാമിലി പോയ സമയത്ത് പുഴയിൽ കുളിക്കാൻ ഇറങ്ങി ഇതുകൊണ്ട് മുങ്ങി മരിച്ചു. അങ്ങനെ സിനിമയായിട്ട് നിന്ന സമയത്തല്ലായിരുന്നു, അത് പുറത്തു പോയ സമയത്തായിരുന്നു മുങ്ങി മരിച്ചത്. പക്ഷെ എന്താണ് ഗുളികൻ എന്നുള്ളത് അത് വളച്ചൊടിക്കുന്നത് കാന്താരയുടെ സെറ്റിൽ എന്താണ് ഉച്ചഭക്ഷണത്തിന് ശേഷം ലൊക്കേഷനിൽ വെച്ച് നീന്താൻ ഇറങ്ങിയ MF കബീർ മരിച്ചു എന്നൊക്കെയാണ് നമ്മൾ ന്യൂസ് കേട്ടത്, പുറത്തറിഞ്ഞത്. അപ്പൊ ഒരു പരിധി നമ്മളെല്ലാം വിശ്വസിച്ചു. അടുത്ത ദിവസം രാകേഷ് പൂജാരി അറ്റാക്ക് വന്ന് മരിക്കുന്നു. അതെ, അത് ഇതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് ഫംഗ്ഷൻ, ഈ മെഹന്തി അങ്ങനത്തെ ഒരു ഫംഗ്ഷന് വേണ്ടി പോയതായിരുന്നു പുള്ളി. അവിടെ വെച്ചാണ് ഈ ഒരു അറ്റാക്ക് വന്നത്. അത് ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ഒരു മെഹന്തി ചടങ്ങിന്റെ ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസ് ഒക്കെ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനെ പറ്റി റിസർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള തെളിവ് സഹിതം കിട്ടും ആക്ച്വലി. പക്ഷെ അത് സോഷ്യൽ മീഡിയ വന്നത് കാന്താര അഭിനയിക്ക് വീണ്ടും രാകേഷ് പൂജാരി മരിച്ചു. അതങ്ങനെ ഉള്ളത്. അതിനുശേഷം ജൂൺ 12 കലാഭവൻ നിജു അറ്റാക്ക് വന്ന് മരിച്ചത്. അതും സെയിം ആയിട്ട് ഈ കലാഭവൻ നിജു എന്ന് വെച്ചാൽ ഒരു റോൾ അഭിനയിച്ചായിരുന്നു. ആ അഭിനയിച്ചു കഴിഞ്ഞ് കുറെ അവിടെ സെറ്റിൽ നിന്ന് പോയി കുറെ നാളായി. ഇപ്പം സിനിമയായിട്ട് ഒരു കണക്ഷൻ ഇല്ലാതിരുന്ന സമയത്താണ് ഒരു ഫാമിലി മനുഷ്യന്റെ ഇടയ്ക്ക് ഈ ഒരു അപകടം പറ്റണത്. നമ്മൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയില്ലേ, അതിൽ അന്ന് പറഞ്ഞത് കുറെ ഇത്തരത്തിലുള്ള ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ആ ഒരു അക്കോമഡേഷന്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു അറ്റാക്ക് വന്ന് മരിക്കുന്നത്. അങ്ങനെ പറഞ്ഞപ്പം അത് കാന്താര എന്ന വലിയ ബഡ്ജറ്റിൽ അങ്ങനെ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ആക്ടറാണ്. അപ്പം പുള്ളിയുടെ റോള് ചെയ്തിട്ട് പുള്ളി വേറെ കാര്യങ്ങളുടെ ആക്ടിവിറ്റിയിലോട്ട് പോയ സിനിമയുടെ കാശ് ഉണ്ടായിരുന്ന സമയത്തല്ല മരിച്ചത് മെയിനായിട്ട് നോക്കേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സമയത്ത് നമ്മൾ വന്നപ്പോ അത് നമ്മൾ അങ്ങനെയാണ് നമ്മൾ കണ്ടത്, വളച്ചൊടിക്കപ്പെട്ടു. പിന്നെ അടുത്തത് മറ്റേ 30 പേര് ചേർന്നിട്ടുള്ള ഒരു ബോട്ട് അപകടം. സംഭവം അവിടെ അങ്ങനത്തെ ഒരു ബോട്ട് ഇല്ലായിരുന്നു. അത് ഈ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു, അത് ബോട്ടല്ല, ഈ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ചങ്ങാടോ അങ്ങനത്തെ ഒരു സംഭവമാണ്. അതിനകത്ത് പാസഞ്ചേഴ്സ് കൊണ്ടുപോകുന്ന ഒരു സംഭവമല്ല, ആൾക്കാരില്ലായിരുന്നു അതിനകത്ത്. അങ്ങനത്തെ ഒരു സംഭവമാണ് അവിടെ മറിഞ്ഞത്. പക്ഷേ നമ്മൾ ന്യൂസ് കണ്ടപ്പോഴത്തേക്കും 30 പേര് അതിനകത്ത് ഉണ്ടായിരുന്നു. 30 പേര് ഗുരുതരമായിട്ട് കിടക്കുന്നു, ശ്വാസം മുട്ടിയിരിക്കുന്നു, വെള്ളം അങ്ങനെയൊക്കെ നമ്മൾ അറിഞ്ഞത്. ഇപ്പം മാധ്യമത്തിലുള്ള ആൾക്കാർ നമ്മളിപ്പം വെറുതെ ഒരു ചങ്ങാടം പറഞ്ഞെന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ല. എന്നാൽ 30 പേരടങ്ങുന്ന ഒരു ചങ്ങാടം പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ആ ന്യൂസ് കേൾക്കാൻ ശ്രമിക്കും. അത്രേ ഉള്ളു. അതൊരു ബോട്ട് അല്ലായിരുന്നു, അതിനകത്ത് ആൾക്കാരും ഇല്ലായിരുന്നു. അതാണ് സംഭവം. പിന്നെ ലാസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 25 ദിനേശ് മാംഗ്ലൂർ, നമ്മുടെ KGF-ലുള്ള. അത് പുള്ളിക്ക് 55 വയസ്സായി. ഇതിന് മുമ്പ് ഇതുപോലത്തെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിന് അങ്ങനത്തെ ഒരു ഫാമിലി ഫംഗ്ഷൻ, അതും ലൊക്കേഷനിലല്ല, അത് പിന്നീട് ഇതെല്ലാം ഉണ്ടായിരുന്നപ്പോഴാണ് മരണപ്പെട്ടത്. പക്ഷെ അതിൽ നിന്ന് അതൊക്കെ ലൊക്കേഷനിലാണെന്നാണ് പല രീതിയിലുള്ള വളച്ചൊടിക്കപ്പെട്ടത്. ഇപ്പൊ നമ്മൾ പറയാം, ഇവരൊക്കെ സിനിമയായിട്ട് ബന്ധപ്പെട്ടവരല്ലേ ഈ മരിച്ചത് എന്ന് വെച്ചാൽ ബന്ധപ്പെട്ടവരാണ്, ഒരു തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ സിനിമയുടെ മെയിൻ പ്രൊഡ്യൂസറും മെയിൻ ആക്ടറും ഡയറക്ടറും എല്ലാവരും മെയിൻ റോളുകളും എല്ലാവരും ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ സൈഡിലെ ജൂനിയർ ആർട്ടിസ്റ്റിനൊക്കെ മാത്രം ഇങ്ങനെ പറ്റുമെന്ന് പറയാം, അതിൽ ലോജിക്ക് ഒട്ടും ഇല്ല. തീർച്ചയായിട്ടും ലോജിക്ക് ഇല്ല. അതും ഷൂട്ടിങ് കഴിഞ്ഞ് പോയി എത്ര നാൾ കഴിഞ്ഞൊരു ജൂനിയർ ആർട്ടിസ്റ്റ് മരിച്ചപ്പോഴത്തേക്കുമാണ് കാന്താരയിലുണ്ടായിരുന്ന ആളാണെന്നൊക്കെ ആലോചിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ആ സമയത്ത് ഗുളികൻ എഫക്ട് പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ തള്ളി അങ്ങനെ ഇറക്കിയ സമയം കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇതാണ് നമ്മൾ കാന്താരയുടെ എന്താണ് ഇതുവരെ കണ്ട ഇൻസിഡന്റ് വെച്ചുകൊണ്ടുള്ള നമ്മളെ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞത്. ശരിക്കും ഈ മീഡിയാസിന്റെ കയ്യിലാണ് സംഭവമൊക്കെ ഇരുന്നത്. നമ്മളെ ന്യൂസ് എങ്ങനെ കേൾപ്പിക്കുന്നോ അതുപോലെ നമ്മൾ കാണുള്ളൂ. അതുപോലെ പണ്ട് പൃഥ്വിരാജ് സുകുമാരൻ പുള്ളിയുടെ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ഈ ന്യൂസ് ഹെഡ്ലൈൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത് എന്തിനാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുന്നത്? നമ്മളത് ശ്രദ്ധിക്കാനാണ്, ഓഫ് കോഴ്സ് അതിലോട്ട് ശ്രദ്ധ പോകാനാണ്. കാന്താര ലൊക്കേഷൻ അപകടം എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കും, അയ്യോ വീണ്ടും അപകടം പറ്റിയോ. പക്ഷെ നമുക്ക് ലിങ്കിൽ കയറിയാൽ അകത്ത് കയറി ആരും വായിക്കാൻ നിൽക്കൂല. അങ്ങനെ കയറി നോക്കി അറിയാം അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് കുറെ നാൾക്ക് ശേഷം മരിച്ചു. തീർച്ചയായിട്ടും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിയെന്നുള്ള, ഇപ്പൊ ഒരു ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള റൂമറുകൾ സ്പ്രെഡ് ആവുന്നത് ആദ്യമായിട്ടല്ല. ഇപ്പൊ നമ്മള് മലയാളത്തിൽ നോക്കിയപ്പോ എസ്ര
അതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആദ്യം അവിടെ ലൊക്കേഷൻ വെഞ്ചരിക്കണമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പാരാനോർമൽ ആക്ടിവിറ്റീസ് അത് തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ റൂമർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പൃഥ്വിരാജ് തന്നെ പറഞ്ഞു അത് ഇതിലൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല, പുള്ളിക്ക് അതിലൊന്നും വിശ്വാസമില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതിനു മുമ്പ് ഞാൻ ഗന്ധർവ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ട്, എല്ലാവർക്കും അറിയാലോ. അപ്പം അങ്ങനത്തെ സിനിമ എടുക്കല്ലേ, ദൈവികമായിട്ടുള്ള സിനിമ എടുക്കല്ലെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എടുത്ത് അതിന്റെ സംവിധായകൻ പത്മരാജൻ സാറ് ഒരു 13 ദിവസം കഴിഞ്ഞപ്പം സിനിമ റിലീസായിട്ട് മരിച്ചു. ബ്രഹ്മയുഗ അഭിനയിച്ചുകൊണ്ടാണ് മമ്മൂക്കയ്ക്ക് ഇങ്ങനത്തെ ഒരു അസുഖം വന്നു, ഒരു രോഗം ഉണ്ടായി എന്ന് പറഞ്ഞ ഒരാളിരുന്ന് നമ്മളെല്ലാരും കണ്ടേണ്. പോറ്റിയാണ് എന്തോ ഈ ചാത്തന്റെ എഫക്റ്റ് ആണ് അത്. ഇതേ മമ്മൂക്കേനാണ് പണ്ട് മറ്റേ ഓജ ബോർഡ് വെച്ച് അപരിചിതനൊക്കെ എടുത്തേക്കണത്. അപ്പൊ അപ്പോഴൊന്നും വരാത്ത ഒരു ഇങ്ങനെയുള്ള റൂമറുകൾ കേൾക്കുന്ന വഴി സിനിമയ്ക്ക് ചിലപ്പോ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ഇത് കിട്ടുമായിരിക്കാം. ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ചു, എസ്ര സിനിമയിൽ എസ്ര സിനിമ ഷൂട്ടിങ്ങിനിടയിൽ പാരാനോർമൽ ആക്ടിവിറ്റി എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ എസ്ര സിനിമയുടെ പൃഥ്വിരാജ് സുകുമാരൻ അഭിനയിക്കുന്ന എസ്ര സിനിമ വരുന്നു, നമ്മളിതിൽ ഏതിൽ ക്ലിക്ക് ചെയ്യും? ആദ്യം പറഞ്ഞ കാര്യത്തിൽ അതാണ് കാര്യം. അപ്പൊ അങ്ങനെ ഒരു ഗുളികൻ എഫക്ട് പോലെ ഇത് കിടന്ന് ഇങ്ങനെ കറങ്ങിയതാണ്. പിന്നെ ഈ മാംസം കഴിക്കില്ല അങ്ങനെയൊന്നും അവര് പറഞ്ഞിട്ടില്ല, ഒരു പ്രശ്നവും ഇതിന്റെ ഭാഗമായിട്ടുള്ള റൂമറാണ് അതും. എന്തായാലും നല്ലപോലെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇൻസിഡന്റിനെ. അത് കാരണം ഒരുപാട് ആൾക്കാർ കാന്താര വീണ്ടും ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പൊ നാളെ സിനിമ ഇറങ്ങിയാണ്. അപ്പൊ നാളെ നമ്മള് ബസ്സിലെ കാണാൻ പോകുന്നുണ്ട്, റിവ്യൂ ഒക്കെ ഇടാൻ എല്ലാവരും നോക്കേണ്ടി പ്രാർത്ഥിക്കണം. അത് തന്നെ ഇൻഷുറൻസ് കാർഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ പുതിയ ഇത്തരത്തിലുള്ള നല്ല നല്ല രസകരമായ സിനിമ വിശേഷങ്ങൾ അറിയാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. Until then, line cut.